ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാന പുനഃസംഘടന പാർട്ട് 2. ഇർവിൻ പ്രഭു ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിച്ച സ്ഥലമേത്? മണിപ്പൂർ. ഇർവിൻ പ്രഭു ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിച്ച സ്ഥലമാണ് മണിപ്പൂർ. മലകളുടെ മകൾ അല്ലെങ്കിൽ മലകളുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗെയ്ഡിൻലിയു. മലകളുടെ മകൾ, മലകളുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗെയ്ഡിൻലിയുയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മണിപ്പൂരിൽ പോരാടിയ ധീര വനിത അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വനിതയാര്? ഗെയ്ഡിൻലിയു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മണിപ്പൂരിൽ പോരാടിയ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വനിതയാര്? ഗെയ്ഡിൻലിയു. 1975 മെയ് 16 രൂപം കൊണ്ട സംസ്ഥാനമേത്? സിക്കിം. 1975 മെയ് 16 രൂപം കൊണ്ട സംസ്ഥാനമാണ് സിക്കിം. സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1956 36-ാം ഭേദഗതി. സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1956 36-ാം ഭരണഘടനാ ഭേദഗതി. 1987 ഫെബ്രുവരിയിൽ രൂപം കൊണ്ട സംസ്ഥാനമേത്? അരുണാചൽ പ്രദേശും മിസോറാം. 1987 ഫെബ്രുവരിയിൽ രൂപം കൊണ്ട സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശും മിസോറാമും. 1954 വരെ പോർച്ചുഗീസ് അധീനതയിലായിരുന്ന ദാദ്രയും നാഗർ ഹവേലിയും കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറിയ ഭരണഘടനാ ഭേദഗതി ഏത്? 1961 10-ാം ഭരണഘടനാ ഭേദഗതി. 1954 വരെ പോർച്ചുഗീസ് അധീനതയിലായിരുന്ന ദാദ്രയും നാഗർ ഹവേലിയും കേന്ദ്രഭരണ പ്രദേശമായി മാറിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1961 10-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിലെ 25-ാമത്തെ സംസ്ഥാനം ഏതാണ്? ഗോവ. 1987 ആണ്. ഇന്ത്യയിലെ 25-ാമത് സംസ്ഥാനം ഏതാണ്? ഗോവ. 1987. 1961 ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയുടെ ഭാഗമായി മാറിയ പ്രദേശം ഏതാണ്? ഗോവയും ദാമൻ ദിയുവും. 1961 ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയുടെ ഭാഗമായി മാറിയ പ്രദേശം ഏതാണ്? ഗോവയും ദാമൻ ദിയുവും. 1987 മെയ് 30 സംസ്ഥാന പദവി ലഭിച്ച സംസ്ഥാനമേത്? ഗോവ. 1987 മെയ് 30 സംസ്ഥാന പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്? ഗോവ. പഴയ കാലത്ത് നെഫ, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസീസ് എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? അരുണാചൽ പ്രദേശ്. പഴയ കാലത്ത് നെഫ, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസീസ് എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? അരുണാചൽ പ്രദേശ്. 1954 ഫ്രഞ്ചുകാർ കൈമാറിയ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ഏതെല്ലാം? പുതുച്ചേരി, കാരയ്ക്കൽ, മാഹി. 1954 ഫ്രഞ്ചുകാർ കൈമാറിയ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? പുതുച്ചേരി, കാരയ്ക്കൽ, മാഹി. 2000 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. മധ്യപ്രദേശ് വിഭജിച്ചിട്ടാണ് ഛത്തീസ്ഗഡ് ആയി മാറിയത്. 2000 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനമേത്? ഛത്തീസ്ഗഡ്. 2000 നവംബർ 9 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഉത്തരാഞ്ചൽ. 2000 നവംബർ 9 രൂപം കൊണ്ട സംസ്ഥാനമാണ് ഉത്തരാഞ്ചൽ. 2000 നവംബർ 15 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡും ബീഹാറും. 2000 നവംബർ 15 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡും ബീഹാറും. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ സംസ്ഥാന പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. 2014 ജൂൺ 2. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ സംസ്ഥാന പദവി ലഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. 2014 ജൂൺ 2. 2014 ജൂൺ 2 സംസ്ഥാന പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. 2014 ജൂൺ 2 സംസ്ഥാന പദവി ലഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. കാശ്മീരിന് പ്രത്യേക പദവി എടുത്തുമാറ്റി കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ വർഷമേത്? 2019 ഒക്ടോബർ 31.
ജമ്മു കാശ്മീരും ലഡാക്കും. കാശ്മീരിനെ പ്രത്യേക പദവി എടുത്തുമാറ്റി കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ വർഷമാണ് 2019 ഒക്ടോബർ 31. ജമ്മു കാശ്മീരും ലഡാക്കും. നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഇത് ആരുടെ ജന്മദിനമാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഇത് ആരുടെ ജന്മദിനമാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഇരുമ്പ് മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ മരിച്ച വർഷമേത്? 1950 ഡിസംബർ 15. ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഇരുമ്പ് മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. പട്ടേൽ മരിച്ച വർഷമാണ് 1950 ഡിസംബർ 15. ഇന്ത്യയിലെ 28ാമത്തെ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. 2000 നവംബർ 15. ഇന്ത്യയിലെ 28ാമത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 2000 നവംബർ 15. 1950 മുതൽ യുണൈറ്റഡ് പ്രോവിൻസസ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? ഉത്തർപ്രദേശ്. 1950 മുതൽ യുണൈറ്റഡ് പ്രോവിൻസസ് എന്നറിയപ്പെട്ട പ്രദേശമാണ് ഉത്തർപ്രദേശ്. 1960 മദ്രാസ് സംസ്ഥാനം ഏത് സംസ്ഥാനമായിട്ടാണ് മാറിയത്? തമിഴ്നാട്. 1960 മദ്രാസ് സംസ്ഥാനം ഏത് സംസ്ഥാനമായിട്ടാണ് മാറിയത്? തമിഴ്നാട്. 1937 മൈസൂർ ഏത് സംസ്ഥാനമായിട്ടാണ് മാറിയത്? കർണാടക. 1937 മൈസൂർ ഏത് സംസ്ഥാനമായിട്ടാണ് മാറിയത്? കർണാടക. സംസ്ഥാന പുനഃസംഘടന പാർട്ട് 2 മോക്ക് ടെസ്റ്റ്. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ആൻസേഴ്സ് അതിൽ നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇർവിൻ പ്രഭു ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിച്ച സ്ഥലമേത്? മലകളുടെ മകൾ അല്ലെങ്കിൽ മലകളുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മണിപ്പൂരിൽ പോരാടിയ ധീര വനിത അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വനിതയാര്? 1975 മെയ് 16 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1987 ഫെബ്രുവരിയിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ 1954 വരെ പോർച്ചുഗീസ് അധീനതയിലായിരുന്ന ദാദ്രയും നാഗർ ഹാവേലിയും കേന്ദ്രഭരണ പ്രദേശമായി മാറിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനമേത്? 1961 ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയുടെ ഭാഗമായി മാറിയ പ്രദേശം ഏതാണ്? 1987 മെയ് 30 സംസ്ഥാന പദവി ലഭിച്ച സംസ്ഥാനമേത്? പഴയ കാലത്ത് നെഫ, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസീസ് എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? 1954 ഫ്രഞ്ചുകാർ കൈമാറിയ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ഏതെല്ലാം? 2000 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനമേത്? 2000 നവംബർ 9 രൂപം കൊണ്ട സംസ്ഥാനമേത്? 2000 നവംബർ 15 രൂപം കൊണ്ട സംസ്ഥാനമേത്? ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ സംസ്ഥാന പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്? 2014 ജൂൺ 2 സംസ്ഥാന പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്?
കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റി 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ വർഷമേത്? നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്? ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഇത് ആരുടെ ജന്മദിനമാണ്? ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഇരുമ്പ് മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ മരിച്ച വർഷമേത്? ഇന്ത്യയിലെ 28ാമത്തെ സംസ്ഥാനം ഏതാണ്? 1950 മുതൽ യുണൈറ്റഡ് പ്രോവിൻസ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമേത്? 1960 മദ്രാസ് സംസ്ഥാനം ഏത് സംസ്ഥാനമായിട്ടാണ് മാറിയത്? 1937 മൈസൂർ ഏത് സംസ്ഥാനമായിട്ടാണ് മാറിയത്? മോക്ക് ടെസ്റ്റിന്റെ ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇർവിൻ പ്രഭു ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിച്ച സ്ഥലം ഏത്? മണിപ്പൂരാണ്. മലകളുടെ മകൾ അല്ലെങ്കിൽ മലകളുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗെയ്ഡിൻലിയു ആണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മണിപ്പൂരിൽ പോരാടിയ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വനിതയാര്? ഗെയ്ഡിൻലിയു. 1975 മെയ് 16 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1956 36ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1987 ഫെബ്രുവരിയിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശും മിസോറാമും. ഇന്ത്യയിലെ 1954 വരെ പോർച്ചുഗീസ് അധീനതയിലായിരുന്ന ദാദ്രയും നാഗർ ഹവേലിയും കേന്ദ്രഭരണ പ്രദേശമായി മാറിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1961 10ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇന്ത്യയിലെ 25ാമത്തെ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. 1987 ആണ്. 1961 ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയുടെ ഭാഗമായി മാറിയ പ്രദേശങ്ങൾ ഏതെല്ലാം? ഗോവയും ദാമൻ ദിയുമാണ്. 1987 മെയ് 30 സംസ്ഥാന പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്? ഗോവ. പഴയകാലത്ത് നെഫ, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസീസ് എന്നറിയപ്പെട്ടിരുന്നത് അരുണാചൽ പ്രദേശാണ്. 1954 ഫ്രഞ്ചുകാർ കൈമാറിയ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ഏതെല്ലാം? പുതുച്ചേരി, കാരയ്ക്കൽ, മാഹി. 2000 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനം ഏത്? ഛത്തീസ്ഗഡ്. 2000 നവംബർ 9 രൂപം കൊണ്ട സംസ്ഥാനമാണ് ഉത്തരാഞ്ചൽ. 2000 നവംബർ 15 രൂപം കൊണ്ട സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്, ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ സംസ്ഥാന പദവി ലഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. 2014 ജൂൺ 2. 2014 ജൂൺ 2 സംസ്ഥാന പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റി കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ വർഷമേത്? 2019 ഒക്ടോബർ 31. ജമ്മു കാശ്മീരും ലഡാക്കും. നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്. ഇത് ആരുടെ ജന്മദിനമാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഇരുമ്പ് മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ മരിച്ച വർഷമേത്? 1950 ഡിസംബർ 15. ഇന്ത്യയിലെ 28ാമത് സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണ്. 2000 നവംബർ 15. 1950 മുതൽ യുണൈറ്റഡ് പ്രോവിൻസസ് എന്നറിയപ്പെടുന്ന പ്രദേശമേത്? ഉത്തർപ്രദേശ്.
1960 മദ്രാസ് സംസ്ഥാനം ഏത് സംസ്ഥാനമായിട്ടാണ് മാറിയത്? തമിഴ്നാട്. 1937 മൈസൂർ ഏത് സംസ്ഥാനമായിട്ടാണ് മാറിയത്? കർണാടക. സോ ഫ്രണ്ട്സ്, മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകൾ കമൻറ്റ് ചെയ്യണം. ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ആ ഒരു പ്രോസസ്സ് തുടരുക.